കൂട്ടുകാരെ, ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും വീട്ടിൽ പോയി അനുകരിക്കണം, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ. കാരണം ഇത് നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഭയങ്കര ചൂടല്ലേ അല്ലേ? നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ വെളിയിറങ്ങാൻ നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും വലിയ ചൂടാണ്. അതുപോലെ നമ്മളെ പോലുള്ള തന്നെ കൂട്ടുകാർ വേറെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ആരാന്നല്ലേ? നമ്മുടെ കിളികളും പാടത്തെ പറമ്പിലും ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കിളികളും പക്ഷികളൊക്കെ ഇല്ലേ? അപ്പോൾ അവർക്കും ഇതുപോലെ ഇങ്ങനെ ഇപ്പൊ ഈ ചൂട് സമയമായതുകൊണ്ട് വെള്ളം എല്ലായിടത്തും വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിക്കിടക്കായിരിക്കും. കുളത്തിലും പാടത്തും പറമ്പിലും ഒക്കെ വെള്ളം ഇങ്ങനെ വറ്റിക്കിടക്കായിരിക്കും. അപ്പൊ ഇവർക്ക് ദാഹിക്കൂല, അവർക്ക് വെള്ളം കുടിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഹെൽപ്പ് ആകുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ ഒരു ചെറിയൊരു തണ്ണീർ പന്തൽ ഒരുക്കാൻ പോവുകയാണ്. ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇനിയിപ്പം ഇത് വാങ്ങിക്കാൻ കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിരട്ട വെച്ച് ഇതുപോലെ ചിരട്ടയോ പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വള്ളി എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാലാ? ഓക്കെ, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മരത്തിൻ്റെ ചില്ലിലോ എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാം. വാ, ഇവിടെ ഒന്നും തൂക്കി, അവിടെ ഒന്നും അല്ലായിരുന്നു, ഇവിടെ 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 ഇതിവിടെ ഇട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ കിളികൾക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയും സെറ്റാക്കിയിട്ടുണ്ട്, അവിടെയും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പേരുണ്ടല്ലോ, പട്ടിക്കുട്ടനും അതുപോലെ നമ്മുടെ പൂച്ച സാറൊക്കെ. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് താഴെ എവിടെയെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ പാടവും പറമ്പും കുളവും പുഴയൊക്കെ വറ്റി വരണ്ട് കിടക്കുകയാണ് അല്ലേ, ഉണങ്ങിക്കിടക്കാണ്. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കണമെങ്കിൽ നമുക്ക് പറ്റുന്ന സഹായം ഇങ്ങനെയല്ല ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പാമ്പ് ശല്യം ഭയങ്കര കൂടുതലാണ്. നിങ്ങളെല്ലാവരും വാതിലും ജനലൊക്കെ അടച്ചിടാൻ മറക്കരുത്. ഈ അടുത്ത് തൃശ്ശൂർ ഒരു കൂട്ടുകാരൻ പാമ്പ് കടിച്ച് മരിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോൾ തലങ്ങനെയും ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ തട്ടിക്കുടഞ്ഞതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാവുള്ളൂ. അത് നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. എപ്പോഴാണേലും നമ്മൾ എപ്പോഴും ഉറങ്ങാൻ നേരം അത് ശീലിക്കേണ്ട കാര്യമാണ്. ഉറങ്ങാൻ നേരം അതൊക്കെ തട്ടിയതിന് ശേഷമേ നമ്മൾ കിടന്നുറങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്യാം, ഉപകാരപ്പെടുന്ന കാര്യമല്ലേ, ഇതുപോലെ ഒന്ന് സഹായിക്കാം എന്ന് ആർക്കെങ്കിലും തോന്നി, അത് നല്ലൊരു കാര്യമല്ലേ? അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ഐഷൂട്ടി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.